മതിയമ്മേ, ഇത് എത്ര നോക്കാന്നറിയോ? ഒരു കേടുമില്ല. ഹോട്ടലിൽ നിന്ന് തിന്ന് എന്റെ കുട്ടിയുടെ കോലം കിട്ടും. ഇപ്പൊ എനിക്കൊരു വീടുണ്ട്. അമ്മയ്ക്ക് എന്നോട് പോന്നൂടെ? ഞാൻ പോരാ. അമ്മ വരും. തൊഴുത്തില് 3-4 മക്കള് വേറെ ഉണ്ട് അമ്മയ്ക്ക്. ഇനി അതിനൊക്കെ വെക്ക്. അമ്മ ഈ വയസ്സുകാലത്ത് എന്തിനാ ബുദ്ധിമുട്ടണേ? ആഹാ, വിൽക്കേ. നല്ല കാര്യായി. ഇത്ര കാലം ചോറ് തന്ന അവറ്റിയാ. ഏട്ടത്തി, നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? ഇതിപ്പോ കരക്കാര് പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. അതിന് അവൻ വരുമെന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. നിനക്കല്ലേ അവനെ കാണാൻ ധൃതി. ചെല്ലേ. വരാ. നീ കാപ്പി കുടിച്ചില്ലേ? കുടിച്ചു. നിന്റെ പഴയ ചാട്ടവും ബഹളമൊക്കെ എവിടെ പോയി? BA ജയിച്ചോ? തോറ്റു. 2 പ്രാവശ്യം എഴുതി. ഓരോ പ്രാവശ്യം മാർക്ക് കുറഞ്ഞു വരിക. പിന്നെ നിർത്തി. ഇവളെന്ത് പറഞ്ഞിട്ട് ചിരിക്കണേ? പുറത്ത് ഒരു മനുഷ്യരോട് മിണ്ടാത്ത കുട്ടിയാ. അന്യന്മാരോടല്ലോ, ഹരിയോടല്ലാതെ വേറെ ആരോടാ അവിടെ നേരമ്പോക്ക് പറയുക? കുട്ടിക്കാലം മുതല് ഹരിയുടെ വാലിനെ തൂക്കി നടക്കലായിരുന്നല്ലോ. അതിന് കുറെ തല്ലും കൊണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവളെന്റെ അടുത്ത് പറഞ്ഞ തന്നെ എനിക്ക് പേടിയാ. ശേഖരമാന്റെ അടിയുടെ ചൂടേ ഇപ്പോഴും ആ പേടി. പിന്നെ എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നേ. സംസാരിച്ച് നേരം കളയണ്ട. ഇന്ന് തന്നെ പോണെന്നുണ്ടെങ്കിൽ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങുക. ശരി. പിന്നെ ഹരി, റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ആളാ. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മന്ത്രിയെ ഉള്ളെങ്കിലും അവൻ മിനിസ്ട്രിയിൽ ശക്തനാ. നിന്നെ കാലിക്കറ്റ് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അവൻ ഒരാളുടെ മിടുക്ക. കാലിക്കറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ലായിരുന്നു. പക്ഷെ എനിക്കുണ്ട്. കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലകളിലൊന്നാണ്. സ്വന്തം ജില്ലയിൽ തരില്ല. തൊട്ടടുത്ത ജില്ലയിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്പാട്ടുകാർക്ക് ഉണ്ടാവും ഗമ. വേണ്ട. കഴിവരുടെ മോനെ, എന്താ നിനക്ക് പിടിച്ചില്ലേ? ഓ, ഇപ്പൊ ഏമാനല്ലേ? ക്ഷമിക്കണം. നിന്റെ തന്തയെ കഴിവറിനെ വിളിക്ക. അപ്പൊ നിന്നെ എന്ത് വിളിക്കണം? വന്നോന്നറിഞ്ഞു. കുഞ്ഞുണ്ണിയമ്മായ നിങ്ങൾക്കൊക്കെ പൂച്ചയല്ലേ? പോകിരി, കള്ളൂടിയൻ. സാറുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ വരായിരുന്നേ. ഞാൻ അന്വേഷിച്ചിരുന്നു. അമ്മയുടെ കയ്യിൽ ഒരു മുണ്ണും ഷർട്ടും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? എന്നെ അനുഗ്രഹിക്കണം. സന്തോഷായി. ഒന്നുമില്ലല്ലോ അമ്മാന്റെ. ചെമ്പിന്റെയാ. 8 പവന്റെ മോതിരം ഉണ്ടായിരുന്ന കയ്യാ. ഇപ്പോ ഇത് വിൽക്കാൻ പറ്റില്ല. ആരും എടുക്കില്ല. ഇത് വെച്ചോ. വേഗം പോയിക്കോ, നിക്കണ്ട. കഴിവറ മക്കളെ, നോക്കടാ പോക്ക്.